ആണുങ്ങൾ ഒരു കാരണവശാലും പേടിക്കാനേ പാടില്ല. പേടി എന്ന് പറഞ്ഞ സാധനം ആണിൻ്റെ അരികത്തോട്ട് പോകാൻ പാടില്ല. ആണോ? ശരിക്കും ഞാൻ ഒരു വീഡിയോ കാണിക്കട്ടെ. അതിനകത്തൊരാൺ പേടിക്കുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടെ പുള്ളീനെ അതിൻ്റെ തെറ്റ് കളിയാക്കുന്നുണ്ട്. ഇത് എത്ര ഡേഞ്ചറസ് ആണെന്നറിയാമോ? ഇത് സൊസൈറ്റിക്കും നമ്മുടെ തന്നെ മെൻ്റൽ ഹെൽത്തിനും എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നറിയാമോ? ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒത്തിരി നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്, എനിക്കറിയാം വലിയൊരു ഗ്യാപ്പായിപ്പോയി. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊരു പട്ടിക്കുഞ്ഞ് വന്നു. സോ അതുകൊണ്ട് അതിൻ്റെ കൂടി കളിയും ബഹളവും വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും കുറെ ശരിയെങ്കിൽ അവൻ ഉറങ്ങുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പം ആ സമയത്ത് വേറെ എന്തെങ്കിലും പണി വരും. സോ അങ്ങനെ അങ്ങ് പുഷായി പോവുമായിരുന്നു. ഏതായാലും നല്ലൊരു ടോപ്പിക്കാണ്. ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ. ശരിക്കും ദേഷ്യം വന്നു. കാരണം കമൻറ്റ്സ് വായിച്ചപ്പോൾ ഇറിറ്റേറ്റായി ആക്ച്വലി. ബിക്കോസ് ഒരാൺ ജയൻറ്റ് വീലിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കയറിയേക്കാണ്. പുള്ളി പേടിച്ച് നിലവിളിക്കുകയാണ്. ഓക്കെ, ആൻഡ് എല്ലാവരും കൂടെ കളിയാക്കുകയാണ്. സോ ഞാൻ ആ വീഡിയോ ഇവിടെ ഒരു ചെറിയൊരു സ്നിപ്പറ്റ് കാണിക്കാം. വന്ന കമൻറ്റ്സ് കാണാം. ഞാൻ പുള്ളിയുടെ ഫേസ് ബ്ലർ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇനി ഫ്യൂച്ചറിൽ ആ വീഡിയോ അവർ ഇടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഫേസ് ബ്ലർ ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം. ആൻഡ് കമൻറ്റ്സ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. എന്നിട്ട് തിരിച്ചു വരൂ, നമുക്ക് സംസാരിക്കാം. എനിക്ക് പേടിയാവുന്ന സത്യമായിട്ട് പേടിയാവുന്ന. സോ ഇതിൽ പുള്ളി നിലവിളിക്കുമ്പം ഓഫ് കോഴ്സ് കളിയാക്കുന്നു ആൻഡ് ഓൾ ദാറ്റ് ഇസ് ദെയർ. പക്ഷേ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത കമൻറ്റ്സ് എന്ന് പറയുന്നത്, ഒരാണായിട്ട് നിങ്ങൾക്ക് അറിയാമോ, അല്ലെങ്കിൽ താടി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ, എന്താ വെളിയിൽ നിന്ന് പ്രായമായ ആൾ അകത്ത് കൊച്ചുകുട്ടി, അങ്ങനെയൊക്കെയുള്ള കമൻറ്റ്സ്. സോ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഹൈറ്റ്സ് എന്ന് പറയുന്നത് പൊതുവേ എല്ലാവർക്കും തന്നെ പേടിയുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഹൈറ്റ് പേടി ആണുങ്ങൾക്കാണ് കൂടുതൽ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ, അങ്ങനെയൊന്നുമില്ല. ഹൈറ്റ്സ് എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് എനിബഡി ക്യാൻ ബി സ്കെയർഡ് ഓഫ്, അല്ലേ? ആൻഡ് എല്ലാവരും ഒരു അഡ്വെഞ്ചർ സ്പോർട്സും അഡ്വെഞ്ചർ ആക്ടിവിറ്റീസും ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇൻഫാക്ട് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ധാരാളം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോക്ക് ക്ലൈമ്പിങ്ങും ട്രക്കിങ്ങും ബഞ്ചി ജമ്പിങ്ങും ഒക്കെ ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. ഇങ്ങനെയുള്ള ബിലീഫ് സിസ്റ്റംസ് ഉണ്ടല്ലോ, നമുക്ക് ഒത്തിരി റോങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതിനെ ലിമിറ്റിംഗ് ബിലീവ്സ് എന്നാണ് പറയുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ആണുങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, അതുപോലെ പെണ്ണുങ്ങൾ, ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ പെണ്ണുങ്ങൾ കുക്കിംഗ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ കുറവായിട്ടുള്ള കാണുന്നത്. പക്ഷേ എത്ര പേർക്ക് അതിനെ റെഗുലറായിട്ട് ഡെയിലി കുക്ക് ചെയ്യുന്നത് ശരിക്കും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർ എത്ര പേരുണ്ടാവും? ഞാൻ മാസ്കുലിനിറ്റി ഫെമിനിനിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇൻഫാക്റ്റ് ആ തിയറിയെക്കുറിച്ചൊക്കെ ഞാൻ ക്ലാസ്സുകളും എടുക്കാറുണ്ട്. മാസ്കുലിൻ ഫെമിനിൻ പൊളാരിറ്റി എന്നാണ് അതിന് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ചും കൂടുതൽ വീഡിയോസ് ഇനി ഫ്യൂച്ചറിൽ ചെയ്യാം. പക്ഷേ അത് ഒരു വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ട്രഡീഷണൽ മാസ്കുലിൻ റോൾസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ഫെമിനിൻ റോൾസ് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ഇൻഫാക്റ്റ് ഒരു ഫാമിലി സിസ്റ്റത്തിനെ സ്ട്രോങ് ആക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണ്. ബട്ട് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില സ്കിൽ സെറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും ഈ മെയിൽ ഫീമെയിൽ ബ്രാക്കറ്റിലോട്ട് ഇടാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിനകത്തെ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഓഫ് അഡ്രിനാലിൻ റഷ് ഓർ അഡ്വെഞ്ചർ സ്പോർട്സ്, അല്ലെങ്കിൽ ത്രിൽ സീക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുക്കിംഗ് എന്നതൊരു സ്കിൽ, അല്ലെങ്കിൽ അപ്ലൈങ് മേക്കപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ ബ്രാക്കറ്റിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇടാൻ പറ്റുന്നില്ല. ബിക്കോസ് എല്ലാവരും എല്ലാത്തിലും ഒക്കെ ഉണ്ട്. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ആ പുള്ളി കരഞ്ഞ് നിലവിളിക്കുമ്പം ഒന്ന്, ആണായിട്ട് ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളത്. രണ്ട്, ഇങ്ങനെയൊക്കെ നിലവിളിക്കാമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നത് നല്ലതാണോ, അതിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് അവിടെ ഒരാൾ വൾണറബിൾ ആവുകയാണ്. വിച്ച് മീൻസ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് ഈ വൾണറബിൾ ആവുക എന്നുള്ളത്. ആർക്കായാലും, ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും വൾണറബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പക്ഷെ അങ്ങനെ ഒരാൾ വൾണറബിൾ ആവുന്ന ഒരു സ്പേസിൽ നമ്മളതിന് വീഡിയോ എടുത്തിട്ടുന്നു, നമ്മളതിനൊരു എഡ്യൂക്കേഷണലായിട്ടൊരു ആംഗിളിൽ നമ്മൾ പറയുന്നു, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. പക്ഷേ അതിനെ കളിയാക്കിക്കൊണ്ട് നമ്മളതിനെ കാണിക്കുമ്പോൾ ഓൾറെഡി നമുക്കൊക്കെ അറിയാം ആണുങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് പോയി കിടക്കുകയാണ്.
കമ്പയർ ടു വിമൻ ആണുങ്ങളുടെ മെൻ്റൽ ഹെൽത്താണ് വളരെ മോശമായിരിക്കുന്നത്. സൂയിസൈഡൽ റേറ്റും ആണുങ്ങൾക്കാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാണ് വൾണറബിൾ ആവുന്നതിന് നമ്മൾ കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ആണുങ്ങളാരും ഇമോഷണൽ അല്ല, അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അവരാരും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. സോ അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ അയ്യോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നണേ, അപ്പം നമ്മളിത് ഹൈഡ് ചെയ്യണം, നമ്മളിത് മറച്ച് വയ്ക്കണം. കാരണം യങ്സ്റ്റേഴ്സിനൊക്കെ ഈ കമൻസൊക്കെ ഒത്തിരി എഫക്റ്റ് ചെയ്യും. ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ആ ഒരു മെൻ്റൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി വന്നിരിക്കുന്ന ആളുകളെ പോലും കമൻറ്റുകളും ഈ ബുള്ളിങ്ങും ട്രോളിങ്ങും ഒക്കെ എഫക്റ്റ് ചെയ്യുമ്പം യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം പറയണോ, അവരുടെ ബ്രെയിൻ ഇപ്പോഴും ഡെവലപ്പിംഗ് ബ്രെയിൻ അല്ലേ, അവരെയൊക്കെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ആണായാലും ഇങ്ങനെ ചെയ്യാമോ, ആണുങ്ങൾ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആണുങ്ങളുടെ എല്ലാ റോളുകളും അപ്പോൾ ഈ ഹൈറ്റ് പേടിയില്ലാത്തവർ നന്നായിട്ടാണോ ചെയ്യുന്നത്? അതൊരു നല്ല ചോദ്യമല്ലേ. അല്ലെങ്കിൽ എത്രയോ ആണുങ്ങളുണ്ട് ഹൈറ്റ്സ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഫ്ലൈയിങ് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, ഫാസ്റ്റ് ഡ്രൈവിങ് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, ഒത്തിരി കമ്പാരിറ്റീവ്ലി റിസ്ക് ടേക്കിംഗ് ഇത്തിരി കുറവായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ബാക്കിയുള്ള ട്രഡീഷണൽ മെയിൽ റോൾസ്, ഫോർ എക്സാമ്പിൾ ഒരു പ്രൊട്ടക്ടറിൻ്റെ റോൾ, അല്ലെങ്കിൽ ഒരു ഫാദറിൻ്റെ റോൾ, അല്ലെങ്കിൽ നല്ലൊരു കാമുകൻ്റെ റോൾ, അതൊക്കെ അവർ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് അഡ്വഞ്ചർ സ്പോർട്സും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡ് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ നിർബന്ധിപ്പിച്ച് 2-3 തവണ റോൾ കോസ്റ്ററിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള താല്പര്യമില്ല എന്നുള്ളത് എന്നോട് ക്ലിയർ ആയിട്ട് പറയുകയും തുടർന്ന് ഉണ്ടായ ഒരു അഡ്വഞ്ചർ എക്സ്പീരിയൻസിൽ പുള്ളി അതിന് വരാതിരിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ എന്നാൽ ചില കാര്യങ്ങൾക്ക് ട്രൈ ചെയ്യണം. ഇപ്പോൾ ട്രക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ലൈക്ക് ഭയങ്കര ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നോഷിയ വരും, ഛർദ്ദിക്കാൻ വരും. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാറില്ല. അപ്പം നമ്മൾ അതിനെ ഒരു ഹെൽത്തി മെയിൽ എന്നൊരു കാര്യമായിട്ട് നമ്മളിത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ ഒരു പാരമീറ്ററായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഹെൽത്തി മെയിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെയിൽ റോൾസ് ഒക്കെ ചെയ്യുന്നതും അതും തമ്മിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുക? ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ് അമേസിങ് പാർട്ട്ണർ, വണ്ടർഫുൾ ഹസ്ബൻഡ്, വണ്ടർഫുൾ ഫാദർ, എല്ലാത്തിനും ഉപരി വളരെ വളരെ നല്ലൊരു അച്ഛനാണ് അദ്ദേഹം. സോ ഒരു ഹൈറ്റ് ഇഷ്ടമല്ല എന്നുള്ളൊരു പാരാമീറ്റർ വെച്ച് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ യങ് ആയിട്ടുള്ള ബോയ്സിൽ നമ്മൾ ധാരാളം പ്രഷർ കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പം കുറേ കൂടെ റെസ്പോൺസിബിളായിട്ട് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യണം, എസ്പെഷ്യലി ആണുങ്ങളുടെ കാര്യത്തിൽ. ബിക്കോസ് നമ്മൾ പല കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുകയാണ്, പലതും മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആണുങ്ങൾക്കും ഇങ്ങനെ ഒരു സോഫ്റ്റ് സൈഡുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ജെൻറ്റൽ നേച്ചറുള്ള ആണുങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ജെൻറ്റൽ നേച്ചറൊന്നും വേണമെന്നില്ല, കുറച്ച് അഗ്രസീവായിട്ടുള്ള ആളുകളിൽ തന്നെ ഹൈറ്റ് പേടിയുള്ളവർക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മളൊക്കെ മെൻ്റൽ ഹെൽത്ത് ഫീൽഡിലായതുകൊണ്ട് അങ്ങനെയുള്ളവർ ഒത്തിരി പേരെ അറിയുകയും ചെയ്യാം. സോ ഇങ്ങനെയുള്ള സില്ലി ആയിട്ടുള്ള കമ്പാരിസൺസ് ചെയ്യാതിരിക്കാം. ബട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ട്രഡീഷണൽ മാസ്കുലിൻ ഫെമിനിൻ റോൾസും ഉണ്ട്, അതിലും ഒരു റോളുണ്ട്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. സോ ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ ആയിട്ട് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.